നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണ് തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇന്ന് ഫിലിപ്പി ലേഖനത്തിൽ നിന്നൊരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാമെന്ന്, അത് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ആ ഒരു ഭാഗത്തിലേക്ക് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്ന ചില വാക്യങ്ങൾ ഈ ഫിലിപ്പി ലേഖനത്തിന്റെ ഈ ഭാഗത്തുണ്ട്. ഒന്ന്, എപ്പോഴും സന്തോഷിപ്പിൻ ഞാൻ നിങ്ങളോട് പറയുന്നുള്ള വാക്യം, 4-ാം വാക്യം നമ്മളെല്ലാം എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തായാലും സ്തോത്രത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ അറിയിക്കാനും, എന്നാൽ മനുഷ്യബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പല പ്രാവശ്യം വായിക്കുന്ന ഭാഗങ്ങളാണ്. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഇതിന്റെ ചുറ്റുമുള്ള ചില വാക്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് 2-3 കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്താണ് ഈ ഒരു പാസേജ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 2 സഹോദരിമാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ 2-ാം വാക്യം തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇതൊരു ഒരൊറ്റ പാരഗ്രാഫായിട്ടാണ് നമ്മളിത് കാണുന്നത്. യോദിയ ആൻഡ് സിന്ധിക്ക എന്ന് പേരുള്ള 2 സഹോദരിമാർ, അവർ പരസ്പരം എഗ്രിമെന്റ് കണ്ടെത്താൻ പറ്റാതെ വിഷമിക്കുന്നു. പരസ്പരം പോരാടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല, നമ്മൾ മിണ്ടാതിരിക്കണമെന്ന് അറിയില്ല. ചിലർ പിണങ്ങുമ്പോൾ മിണ്ടാതിരിക്കും, ചിലർ വഴക്കുണ്ടാക്കും. പക്ഷെ ഇവരെങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ എന്നറിയില്ലെങ്കിൽ ഇവർക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. കാരണം പൗലോസ് പറയുന്നത്, ഞാൻ യൂദിയയോടും സിന്ധ്യക്കയോടും ക്രിസ്തുവിൽ പരസ്പരം എഗ്രി ചെയ്യേണ്ടതിന്, ഏകാഭിപ്രായമുള്ളവരായിരിക്കേണ്ടതിന് അവരോട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ അത് അവരെ കൊണ്ട് എളുപ്പത്തിൽ സാധിക്കുമെന്ന് പൗലോസ് വിചാരിക്കുന്നില്ല. കാരണം മനുഷ്യരെല്ലാം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നല്ല മനുഷ്യർ തമ്മിലാണ് മിക്കവാറും കോൺഫ്ലിക്റ്റുകളെല്ലാം ഉണ്ടാകുന്നത്. കാരണം ആരാണ് കൂടുതൽ നല്ലവനെന്നോ, ആര് പറഞ്ഞാണ് കൂടുതൽ ശരിയെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ ചെയ്തതല്ലേ ശരി, എന്തിനാണ് എന്നോട് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ ഈ കൗൺസിലിംഗൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുറ്റവും ഭർത്താവിന്റെ ആയിരിക്കും, ഭർത്താവിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുറ്റവും ഭാര്യയുടെ ആയിരിക്കും. ന്യൂട്രൽ സ്റ്റാൻഡ് കിട്ടാൻ വലിയ പാടാണ്. കാരണം അവരവർ നല്ലവരാണെന്ന് ആരും ഇങ്ങനെ തുറന്നു പറയില്ലെങ്കിലും, ഇപ്പൊ നമ്മൾ ആരാധിക്കാൻ പറ്റില്ല, ഞാൻ വെറും പാവമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആരാധിക്കുന്നെങ്കിലും ഒരാളുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും നല്ലവനായിട്ടാണ് വെളിയിൽ വരുന്നത്. ഒരു കോൺഫ്ലിക്റ്റുകളുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഈ ആരാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭീഷണിയൊന്നുമില്ല, നമ്മളെക്കുറിച്ച് ആരും പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും വിചാരിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഏറ്റു പറയുന്നു, എല്ലാവരും ബ്രോക്കണാണ്, ഞാനും ബ്രോക്കണാണ്, ഈസിയാണ്. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാനാണോ നീയാണോ നീതിമാൻ, അല്ലെ ഞാനാണോ നീയാണോ പറഞ്ഞ കറക്റ്റ് എന്നുള്ള ഒരു വലിയ ചോദ്യം വരും. അപ്പം പ്രത്യേകിച്ചും ഇവിടെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നൊരു കാര്യം ഇവിടെ പ്രചരിക്കുന്ന, യെറ്റ് ഐ ആസ്ക് യു ഓൾസോ ട്രൂ കമ്പാനിയൻ ഹെൽപ്പ് ദീസ് women who have labored side by side with me in the gospel, together with Clement and the rest of my fellow workers whose names are in the book of life. ഈ വഴക്കുണ്ടാക്കുന്നവര് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് പോലും എഗ്രിമെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇത് സ്ഥിരം ഒരു പ്രതിഭാസമാണ് വിശ്വാസികളുടെ ഇടയിൽ. ഇത്രയും സഭകൾ ഉണ്ടാകാൻ കാരണം അതല്ലേ, ഇത്രയും ഡിനോമിനേഷൻസ്, ഒരേ ഉപദേശം പ്രസംഗിക്കുന്ന എത്ര ഡിനോമിനേഷൻസ് ആണ് നമുക്കുള്ളത്, ഒരേ രീതിയിലുള്ള എഗ്രിമെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ എഗ്രിമെന്റ് കണ്ടെത്താൻ ഇവരെ സഹായിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് അത് കഴിയണമെന്നില്ല. കാരണം നമ്മൾ തർക്കിച്ചും വാദിച്ചും ഓരോ എക്സ്ട്രീമിലോട്ട് പുള്ളി ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് ഈ എഗ്രിമെന്റിൽ എത്താൻ. കോൺഫ്ലിക്റ്റുകളെല്ലാം തുടങ്ങി ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യും ഡിസ്പ്രൂവ് ചെയ്യാനും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ജീവപുസ്തകത്തിൽ പേരുള്ളവരെന്ന് പൗലോസ് വിശ്വസിക്കുന്ന ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, തമ്മിൽ എഗ്രി ചെയ്യാതിരിക്കുന്നു. അപ്പോൾ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അതാണ് ഇതിന്റെ ഈ ഒരു വാക്യങ്ങളുടെ ഒരു പശ്ചാത്തലം. അടുത്ത വാക്യത്തിൽ പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗൈൻ ഐ വിൽ സേ റിജോയ്സ്. അതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ലെറ്റ് യുവർ റീസണബിൾനെസ് to be known to everyone, the Lord is at hand. റീസണബിൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സാധാരണ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന സൗമ്യത എന്നാണ്. പഴയ ട്രാൻസ്ലേഷൻസിലെല്ലാം മീക്ക്നെസ് എന്നാണ് ആ വാക്ക് കോട്ട് ചെയ്തിരിക്കുന്നത്.
നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ESV-യിൽ അത് റീസണബിൾനെസ് എന്നാണ്. അപ്പൊ റീസണബിൾനെസ് എന്നുള്ള വാക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറയുന്ന എല്ലാ വാക്കുകളും, മീക്ക്നെസ് എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫെയർ, മോഡറേറ്റ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. മോഡറേറ്റ് ആയിരിക്കാം, ഫെയർ ആയിരിക്കാം, റീസണബിൾ ആയിരിക്കാം ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. പക്ഷെ പലപ്പോഴും അത് ഈ ഗ്രീക്ക് വാക്കിനെ മീക്ക്നെസ് എന്നാണ് പല സ്ഥലത്തും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, പഴയ ട്രാൻസ്ലേഷൻസിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഈ മീക്ക്നെസ് എന്നുള്ള വാക്ക് എല്ലാവരും അറിയട്ടെ, നിങ്ങളുടെ മീക്ക്നെസ് അല്ലെങ്കിൽ റീസണബിൾനെസ് എല്ലാവരും അറിയട്ടെ എന്ന്. റീസണബിൾനെസ് ഈ യൂദയ സിന്ധിക്കും തമ്മിലുള്ള വഴക്കായാലും ലോകത്തിൽ ഏത് വഴക്കായാലും അതിനകത്ത് അൺറീസണബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വഴക്കുണ്ടാവില്ല. ഇഫ് എവരിവൺ ഈസ് റീസണബിൾ ദർ വിൽ നോട്ട് ബി എനി കോൺഫ്ലിക്ട്. എന്തുകൊണ്ടാണ് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത്? ബിക്കോസ് ദർ ഇസ് ആൻ അൺറീസണബിൾനെസ്. അതെന്താണ്? ഇപ്പോ ഒരാളുമായിട്ട് ഞാൻ കോൺഫ്ലിക്റ്റിൽ ആകണമെങ്കിൽ രണ്ട് ജീവപുസ്തകത്തിൽ പേരുള്ള രണ്ടുപേര് തമ്മിൽ കോൺഫ്ലിക്റ്റിൽ ആകണം. അവർ ശരിക്കും അൺറീസണബിൾ ആയിട്ട് തന്നെ പെരുമാറണം. അതായത് നമ്മൾ ഇന്ന് പുനരങ്ങൾ പറഞ്ഞ പോലെ ഈ ഡിഗ്രി അവിടെ കിടക്കുമ്പോഴും നമ്മൾ പാപം ചെയ്യുന്നവരായിട്ടാണ് കാണപ്പെടുന്നത്. ദൈവത്തിന്റെ ഡിഗ്രി എന്നെ നീതിമാൻ എന്നുള്ള ഡിഗ്രി അവിടെ കിടക്കുമ്പോൾ തന്നെ സൈമൾ ജസ്റ്റസ് എറ്റ് പെക്കേറ്റർ എന്ന് ലാറ്റിനിൽ ഒരു പ്രയോഗമുണ്ട്. നീതിമാനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും പാപം തീർത്തും വിട്ടു പോകാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഐ എം എ സിന്നർ ഫോർഗിവൺ ആൻഡ് റിഡീംഡ് ബൈ ഗോഡ്. അപ്പൊ ഡിഗ്രി അവിടെ കിടപ്പുണ്ട്. ഡിഗ്രി അവിടെ കിടപ്പുണ്ടെങ്കിലും എന്റെ ഈ പെരുമാറ്റത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ റീസണബിൾ എന്താണ്? ഇപ്പൊ നമ്മൾ റീസണബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് റിജോയ്സ് ചെയ്യാൻ കർത്താവിൽ മാത്രമേ നമുക്ക് റിജോയ്സ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ വി ആർ റീസണബിൾ. നമ്മൾ നമ്മിൽ തന്നെ റിജോയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് റീസണബിൾ. ഇവിടെ റിജോയ്സിങ് ഇൻ ദ ലോർഡ് എന്ന് പറയുന്നത് അതാണ് ശരിക്കും. വി ഹാവ് നത്തിങ് ടു ബോസ്റ്റ്, വി ഹാവ് നത്തിങ് ടു റിജോയ്സ് വിതിൻ അവേഴ്സെൽസ്. ഇപ്പൊ ഞാൻ ഒരാളേക്കാൾ ഭേദമാണെന്നോ നല്ലതാണെന്നോ എനിക്കൊരു റിജോയ്സിങ്ങിന്റെ കാര്യമില്ല. കാരണം ഞാനൊരു സിന്നർ തന്നെയാണ്. ദൈവത്തിന്റെ കരുണയല്ലാതെ വേറെ ഒന്നും എന്റെ മുമ്പിൽ പുകഴുവാനില്ല. അതാണ് റീസണബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഒരു കുറ്റബോധത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. കാരണം അയ്യോ ഒന്നും ആയില്ലല്ലോ. പക്ഷെ നമുക്ക് പുകഴാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. എപ്പോഴും കർത്താവിൽ പ്രശംസിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഹി ഈസ് മൈ റൈച്ചസ്നെസ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. വി നീഡ് ടു ഗ്ലോറി ഇൻ ഹിം, റിജോയ്സ് ഇൻ ഹിം. അപ്പൊ യൂദയ സിന്ധിക്കയല്ല, നമ്മുടെ ലോകത്തിൽ ആരായാലും റീസണബിൾ ആയിട്ട് കാണപ്പെടണമെങ്കിൽ വി നീഡ് ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. മറ്റൊരാളുടെ കോൺഫ്ലിക്റ്റ് ഏർപ്പെടുമ്പോൾ അതിന്റെ പ്രധാന പ്രശ്നം നമ്മൾ നമ്മിൽ തന്നെ കുറച്ച് നന്മ കാണുകയും വേറൊരാളിൽ ആ നന്മ കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ്, അൺറീസണബിൾനെസ് തുടങ്ങുന്നത്. സോ എവറി കോൺഫ്ലിക്റ്റ് ഈസ് അൺറീസണബിൾ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, വിശ്വാസിയെ സംബന്ധിച്ച്, ദൈവത്തിന്റെ നീതി വെച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എവറി കോൺഫ്ലിക്റ്റ് ഈസ് അൺറീസണബിൾ. രണ്ടും ഒരേ വിശ്വാസമുള്ളവരാണെങ്കിൽ, രണ്ടുപേരും ഒരേ ആത്മാവുള്ളവരും ഒരേ വിശ്വാസമുള്ളവരും ജീവപുസ്തകത്തിൽ പേരുള്ളവരും ആയിരിക്കെ, ഇഫ് ദർ ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദം, ഇറ്റ്സ് ബിക്കോസ് ദേ ആർ അൺറീസണബിൾ. അതായത് അവർക്ക് ക്രിസ്തുവിൽ റിജോയ്സ് ചെയ്യാൻ പറ്റാതെ അവനവനിൽ തന്നെ പുകഴുകയോ പ്രശംസിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കി. എന്താണ് അതിന്റെ അടിസ്ഥാനം? അതിന്റെ അടിസ്ഥാനം ഞാൻ വളരെ അകാരണമായി അല്ലെങ്കിൽ നീതിപൂർവകമല്ലാതെ പീഡനം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വേറൊരാളെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള ഫീലിങ്സ് ആണ്. നമുക്കറിയാം ഈ ലോകത്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുതെന്നും ഏത് സാഹചര്യത്തിലും നമ്മൾ കടന്നു പോകേണ്ടവരാണെന്നും നമ്മളിൽ ഒരു നന്മയില്ലെന്നൊക്കെ അതാണ് റീസണബിൾ കാര്യം. പക്ഷെ അൺറീസണബിൾ ആയ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ചുണ്ട്, വിശ്വാസികളെ കുറിച്ച് പ്രത്യേകിച്ചുണ്ട്. എന്തുകൊണ്ടാണ് വിശ്വാസികൾ തമ്മിൽ നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ് നമുക്ക്. ഇവർ കർത്താവിനെ വിളിക്കുന്നവരല്ലേ, ഇവരിങ്ങനെയൊക്കെ പെരുമാറുമായിരിക്കാം എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ മേക്ക് ബിലീവ് ചെയ്യുന്ന ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് എടുത്തു പറയുന്നത് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ, സ്നേഹത്തോടെ പരസ്പരം നോക്കുവാൻ നമ്മളെല്ലാവരും ഒരേ കൃപയുടെ അവകാശികൾ എന്ന് കാണേണ്ടത് ആവശ്യമാണ്. അത് ഈ ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് അത് വളരെ എളുപ്പമാണ്.
കാരണം നമുക്ക് എല്ലാവർക്കും കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? നമ്മളെല്ലാം പാപികളാണ്. ലെറ്റ് അവർ ജോയ് ബി ഇൻ ദ ലോർഡ്. ലെറ്റ്സ് ഓൾ റിജോയ്സ് ഓൺലി ഇൻ ദ ലോർഡ്. ക്രിസ്തുവിൽ മാത്രം, അവനെന്റെ നീതി ആയതിൽ മാത്രം പ്രശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ മുൻപിലുള്ള ആ റീസണബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോ ഈ മീക്ക്നെസ് എന്നുള്ള വാക്ക് മാറ്റി റീസണബിൾനെസ് ആക്കി കഴിയുമ്പോഴേക്കും അതിന്റെ ആ മൊത്തം കോണ്ടെക്സ്റ്റ് മാറുന്നതാണ് എനിക്ക്. അതാണ് ഈ ESV ട്രാൻസ്ലേഷൻ ചില സമയത്ത് കൊണ്ടുവരുന്ന ഒരു ബ്യൂട്ടി. ഞാൻ അത് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് റീസണബിൾനെസ് എല്ലാവരും അറിയട്ടെ. എന്താണ് റീസണബിൾ ആയിട്ടുള്ള കാര്യം? ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുക, നമ്മൾ നമ്മിൽ തന്നെ പ്രശംസിക്കാതിരിക്കുക, എല്ലാ പുകഴ്ചയും ക്രിസ്തുവിലായിരിക്കുക. അതാണ് റീസണബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോഴാണ് നമ്മുടെ റീസണബിൾനെസ് എല്ലാവരും അറിയുന്നത്. നമ്മളിൽ തന്നെ ഗ്ലോറി ചെയ്യുവാണെങ്കിൽ, നമ്മളിൽ തന്നെ ആനന്ദിക്കാൻ, ഈ ലോകത്ത് പല സാധനങ്ങളുണ്ട് സന്തോഷിക്കാൻ, അല്ലെ? അതിലോട്ട് നമ്മുടെ സന്തോഷം പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് റീസണബിൾ. അത് റീസണബിൾ അല്ല. നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൽ പ്രശംസിക്കുമ്പോൾ, പുകഴുമ്പോൾ, നമ്മൾ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളതിൽ അഭിമാനിക്കുമ്പോൾ, ദാറ്റ്സ് നോട്ട് റീസണബിൾ. ബിക്കോസ് ദാറ്റ്സ് നോട്ട് റിയൽ അല്ല. കാരണം റിയാലിറ്റി എന്താണ്? നമ്മളെല്ലാം പാപികളും ക്രിസ്തുവിന്റെ നീതീകരിക്കപ്പെടുന്നവരുമാണ്. അതാണ് റീസണബിൾ ആയിട്ടുള്ള കാര്യം. ആ റീസണബിൾനെസ് എന്നുള്ള ട്രാൻസ്ലേഷൻ എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു സാറ് ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു എക്സ്പോസിഷൻ ഈ മീക്ക്നെസ് എന്നുള്ള വാക്കിന്, അദ്ദേഹം ഒരു ബൈബിൾ കോളേജിലെ പ്രൊഫസറാണ്, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഇണങ്ങിയ നായുടെ സ്വഭാവമാണ് ഈ മീക്ക്നെസ് എന്നുള്ളതിന്റെ യഥാർത്ഥ ഒറിജിനൽ ആയിട്ടുള്ള അർത്ഥം. നായ്ക്കൾ പലതരത്തിലുണ്ട്. ചില നായ്ക്കൾ രാത്രി മുഴുവൻ കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ഈ നായുടെ കുറെ കേൾക്കുമ്പോൾ നമ്മൾ പോയി നോക്കും, വിൻഡോ തുറന്ന് നോക്കും, ആരെങ്കിലും വന്നോ, കള്ളന്മാർ കയറിയോ, ഗേറ്റ് ആരെങ്കിലും തട്ടിയോ? ആരുമില്ല, ഒന്നുമില്ല. ഏതോ ഇല അനങ്ങിയപ്പം ആ നായ കുറച്ചാണ്. ഇത് രാത്രി മുഴുവൻ കുരയ്ക്കും. അപ്പം നമ്മൾ പിന്നെ പതുക്കെ പതുക്കെ ഒരു കാര്യം മനസ്സിലാക്കും, ഇവൻ കുരയ്ക്കുന്നതിന്റെ പുറകെ ഒന്നും നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കും. കുര കേൾക്കും, നമ്മൾ തിരിച്ചു കിടന്നുറങ്ങും. ഇന്ന് വിശ്വാസകോളത്തിൽ അങ്ങനെയുണ്ട്. എല്ലാത്തിനും കുരയ്ക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് കണ്ടാലും അവർ കുരയ്ക്കും. കുറെ കഴിയുമ്പോൾ ആൾക്കാർ പറയും, അയാൾ എല്ലാത്തിനും ബഹളം ഉണ്ടാക്കുന്നതാണ്, പിന്നെ അയാൾ പറയുന്നതിനൊന്നും ഒരു വിലയില്ലാതായിപ്പോ. അത് അൺറീസണബിൾ ആണ്. ഇനി വേറെ ചില നായ്ക്കളുണ്ട്. എനിക്ക് നായും തമ്മിൽ ഒരു ശത്രുതയുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല, പണ്ട് തൊട്ടേ ഉണ്ട്. നായ്ക്ക് എന്നെ ഇഷ്ടമില്ല. അതേ സമയത്ത് എന്റെ ഭാര്യയെ നായ്ക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകാറില്ല. എവിടെ നായ കണ്ടാലും ഞാൻ മാറി നിൽക്കാറാണ് പതിവ്. അഴിച്ചുവിട്ടിരിക്കുന്ന നായാണ് ഞാൻ കാറിൽ തന്നെ ഇരിക്കും. കാരണം അത് എവിടെയെങ്കിലും കെട്ടിയോ അഡ്ജസ്റ്റ് ചെയ്തോ മാറ്റി. കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു അകലമുണ്ട് ഇതുമായിട്ട്. ഇഷ്ടക്കുറവെന്നുള്ളതല്ല, അതൊരു എന്താ പറയുന്ന ഒരു ഉൾഭയമായിരിക്കാം. പിടിച്ചു വലിച്ച് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള ഒരു ആവശ്യമില്ലാത്ത റിസ്ക് എന്നൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ആട്ടെ. ഒരു ദിവസം ഒരു ലാബ്രഡോർ നായ ഞങ്ങളുടെ ഒരു അയൽക്കാര് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. ഈ നായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുരയ്ക്കില്ലെന്ന് മാത്രമല്ല, ഒരണ്ണാനെ കണ്ടാൽ ഈ നായ പേടിച്ചരണ്ട്, വലിയ നായാണ്, പേടിച്ചരണ്ട് നമ്മുടെ പിന്നാലെ വരും. അപ്പൊ ഈ ഒരു നായ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരിക്കലും കുരയ്ക്കാത്ത നായ്ക്കളുണ്ട്. ഒരിക്കലും കുരയ്ക്കാത്ത നായ്ക്കൾ, അവരെ കൊണ്ട് ഒരു കാര്യമില്ല. അതും റീസണബിൾ അല്ല. രാത്രി ആരെങ്കിലും ഒന്ന് ഗേറ്റ് തട്ടുകയോ എന്തെങ്കിലും ഒരു ഇൻട്രൂഡർ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നായ അതിനെ കണ്ടാലും മാറാട്ടും. അപ്പോ ഇതും കൊണ്ടും കാര്യമില്ല. അപ്പൊ മോശ ഏറ്റവും റീസണബിൾ ആയിരുന്നാണ്. ആ മീക്ക്നെസ് എന്നുള്ള വാക്ക് അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഹി വാസ് ദ മോസ്റ്റ് റീസണബിൾ. അതായത് ഈ റീസണബിൾ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ ഇംപ്ലിക്കേഷൻ ഇതാണ്: ടു ബി അണ്ടർ കൺട്രോൾ ഓഫ് ദ ഓണർ. ആ ഓണറിനോടുള്ള വിധേയത്വവും ലോയൽറ്റിയും എപ്പോഴും കാണിക്കുകയും ആ ഓണറുടെ നിയന്ത്രണത്തിലായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ മീക്ക്നെസ് എന്നുള്ളത് കൊണ്ട് ശരിക്കും ആ യവന പദം, ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം റീസണബിൾനെസ് എന്നാണ്. അത് ESV ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു യജമാനന്റെ നിയന്ത്രണത്തിലായിരിക്കുകയും യജമാനന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇണങ്ങിയ നായുടെ സ്വഭാവമാണ് ഈ റീസണബിൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റുകൾ അലിഞ്ഞു പോകുവാൻ ക്രിസ്തുവിൽ നമ്മൾ റിജോയ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വി ആർ റീസണബിൾ. പല ആൾക്കാരും വീട് വെച്ചതിന്, കാർ മേടിച്ചതിനൊക്കെ സ്തോത്രയാകവും നന്ദി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇത് ഇല്ലാത്തവർ ഇതിന്റെ കൂടെ വന്ന് കഷ്ടപ്പെട്ട് ആമയം പറഞ്ഞ് ബിരിയാണി കഴിക്കേണ്ട അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാതെ കരയുന്നവർ അതിനിടയിലുണ്ട് എന്നൊക്കെ ഇത് ഭയങ്കര ആഘോഷമായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ റിജോയ്സിങ് ഓവർ സബ്സ്റ്റൻസസ്, റിജോയ്സിങ് ഓവർ ഗിഫ്റ്റ്സ് ദാൻ ദ ഗിവർ, ഇത് ഇന്നത്തെ ഒരു പ്രതിഭാസമാണ്. അതായത്
ഇന്നത്തെ അല്ല എന്നത്തെയോ അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ ഞാനൊരു ഗിഫ്റ്റിൽ റിജോയ്സ് ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം അതിന്റെ ഗിവറിലേക്ക് ഞാൻ നോക്കുന്നില്ല എന്നാണ്. അപ്പൊ ഗോഡ് ആണ് ഗിവർ. അപ്പൊ ഗിവറിൽ, ആ ക്രിസ്തുവിലാണ് നമ്മുടെ റിജോയ്സിങ് ഉണ്ട്. ഈവൻ നമ്മുടെ ഗിഫ്റ്റുകൾ പലതായിരിക്കാം, പക്ഷെ തന്ന ഒരാളുണ്ട്. ഈ ഗിഫ്റ്റിൽ പോലും നമ്മൾ റിജോയ്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. വി കാണ്ട് ഈവൻ റിജോയ്സ് ഇൻ ദ ഗിഫ്റ്റ് ദാറ്റ് വി ആർ റിസീവ്ഡ്. അത് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആയാലും വി ആർ നോട്ട് റിജോയ്സിങ് ഓവർ ഇറ്റ്. ഇപ്പം ഒരാൾക്ക് പഠിപ്പിക്കാനുള്ള വരം, ഒരാൾക്ക് ഇടയന്റെ വരം, ഒരാൾക്ക് പ്രവചന വരം, ഈ ഗിഫ്റ്റിൽ ഗ്ലോറി ചെയ്യാൻ പാടില്ല. ആ നൽകിയ ക്രിസ്തുവിലല്ലാതെ വേറൊന്നിനും നമുക്ക് റിജോയ്സിങ് ഇല്ല. ആ റിജോയ്സിങ് നമ്മുടെ നീതിയിൽ പോലും, നമ്മൾ ചെയ്തൊരു നല്ല പ്രവൃത്തിയിലോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗത്തിലോ ഒന്നും നമുക്ക് there is nothing to rejoice. We always rejoice in the Lord. അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ വി ആർ റീസണബിൾ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ദൈവത്തിന്റെ ഡിഗ്രി അനുസരിച്ചുള്ള റീസണബിൾനെസ് നമുക്ക് വരുന്നത്. വി ഹാവ് നത്തിങ് ആൻഡ് എവറിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. ഞാൻ നീതിമാനായാൽ കർത്താവിന്റെ കൃപയാണ്. എന്നെ നീതിമാൻ എന്ന് ഞാൻ വിളിക്കപ്പെടുന്നത് കർത്താവിന്റെ കൃപയാൽ. കർത്താവ് വിളിച്ചതാണ്. ഇറ്റ്സ് നോട്ട് വാട്ട് ഐ എക്സ്പീരിയൻസ്, ബട്ട് ഗോഡ് ഷോഡ് മീ ഗ്രേസ് ടു ബി കോൾഡ് റൈച്ചസ്. അപ്പൊ എല്ലാത്തിലും ദൈവത്തിൽ റിജോയ്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ദേ നെവർ എൻ്റർ ഇൻ ടു എ കോൺഫ്ലിക്റ്റ്. അവർക്കൊരു കോൺഫ്ലിക്റ്റിന്റെ പ്രശ്നമില്ല. കാരണം നമ്മളിൽ തിന്മ മാത്രമേ ഉള്ളൂ. ആ യൂദിയയിലായാലും തിന്മയുള്ളൂ, സിന്ധിക്കയിലായാലും തിന്മയുള്ളൂ. ബട്ട് വി ക്യാൻ റിജോയ്സ് ഇൻ ദ ലോർഡ്. ക്രിസ്തുവിൽ റിജോയ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും രണ്ടുപേരും റിജോയ്സ് ചെയ്യുന്ന ദൈവത്തിന്റെ നീതിയിലായിരിക്കും. ബോത്ത് ഓഫ് ദം വിൽ ബി റീസണബിൾ. അപ്പൊ ഇത് യൂദിയയും സിന്ധിക്കയും ഉദ്ദേശിച്ച് മാത്രം പറയുന്നതല്ല, ഇത് നമ്മൾ എല്ലാവരെയും കുറിച്ചുള്ള പൊതുവായ ഒരു ഉപദേശമാണ്. ബട്ട് ദിസ് സെർവ്സ് ആസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദീസ് മെസ്സേജസ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ഇന്ന് വിശ്വാസിയായ ഒരു സ്പൗസ് അവിശ്വാസി, അവിടെയും അൺറീസണബിൾ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പെരുമാറുന്നത്, വിശ്വാസികളായ സഹോദരിമാരിലെ സഹോദരന്മാർ. കാരണം വിശ്വാസിയുടെ ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വേറെയാണ്, അവിശ്വാസിക്ക് വേറൊരു കാഴ്ചപ്പാടാണ്. അവർ കൂടുതൽ എൻജോയ്മെന്റിലാണ് ആശ്രയിക്കുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ എൻജോയ്മെന്റ് ക്രൈസ്റ്റാണ്. അപ്പോ ഒരാൾ ക്രിസ്തുവിൽ എൻജോയ് ചെയ്യുകയും മറ്റൊരാൾക്ക് ക്രിസ്തു അവൈലബിൾ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രിസ്തുവിനെ അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ റിലീജിയൻ അയാളുടെ മേൽ വെച്ചിട്ട് എന്ത് കാര്യം? എനിക്കിതൊന്നും ഇഷ്ടമില്ല, നിങ്ങളിതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കോൺഫ്ലിക്ട് ഉണ്ടാക്കിയാൽ ഹി കനോട്ട് റിജോയ്സ് ഇൻ ദ ലോർഡ്. അപ്പൊ നമ്മൾ അവിടെ റീസണബിൾ അല്ല. ഈ വഴക്ക് എവിടെ ഉണ്ടാക്കിയാലും വി ആർ നോട്ട് റീസണബിൾ, വി ആർ നോട്ട് ബീങ് റീസണബിൾ. ഇപ്പൊ റീസണബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇഫ് അവർ റീസണബിൾനെസ് ബി നോൺ ടു എവരി വൺ, വി നീഡ് ടു റിജോയ്സ് ഓൺലി ഇൻ ദ ലോർഡ്, നോട്ട് ഈവൻ ഇൻ ദ ഗിഫ്റ്റ്സ്, not in anything of this world, not even in relationships, nothing, only in Christ. അപ്പോൾ ഇത് നമ്മുടെ റീസണബിൾനെസ് എല്ലാവരും അറിയുന്നതിന് ഒരു കാരണമായി തീരും. ഞാൻ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുവായിരുന്നു, അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് വന്ന ഭയങ്കര അടിയായിരിക്കും, ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ അവർ വരുമ്പോഴേ ദേഷ്യമായിരിക്കും. അന്ന് ഹോംവർക്ക് ചെയ്യാത്തവനെയും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവനെ ഇങ്ങോട്ട് തിരിഞ്ഞ് വർത്താനം പറയുന്ന എല്ലാത്തിനെയും പിടിച്ച് അയാൾ അടിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും പുള്ളി വന്നിരിക്കുന്നത് എന്ന് പറയും. കാരണം ഈ അൺറീസണബിൾ ആവുന്നു. ഈ അൺറീസണബിൾനെസ് എന്ന് പറയുന്നത്, അപ്പൊ എല്ലാരും അറിയാണ്. എന്താ അറിയുന്നത്? ഈ ആങ്സൈറ്റി ഇതൊരു ബിഹേവിയർ ആയിട്ട് മാറുകയാണ്. അകത്ത് സൗമ്യത ഇല്ലാത്തത് കൊണ്ട്, റീസണബിൾ ഇല്ലാത്തത് കൊണ്ട്, കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടത് കൊണ്ട് വി ആർ സീയിങ് ആൻ അൺറീസണബിൾ ബിഹേവിയർ. നമുക്ക് അതിന് അടുത്ത വാക്യം നോക്കാം. എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടാമെന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നുള്ളതാണ് ഏറ്റവും എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്, ബട്ട് ഇൻ എവറിഥിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ്സ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. അപ്പൊ നമ്മൾ ഏതിനാൽ പ്രിട്ടേർബ്ഡ് ആയാലും, ഏതൊരു സിറ്റുവേഷനിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നെങ്കിലും, ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ, അവിടെ പറയുന്നത് എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയല്ലേ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? തീർച്ചയായിട്ടും. പക്ഷെ അവിടുത്തെ പ്രധാനപ്പെട്ട നീഡ് എന്താണെന്നറിയാമോ? പ്രധാനപ്പെട്ട നീഡ് എന്ന് പറയുന്നത് എനിക്ക് കർത്താവിൽ റിജോയ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആങ്സൈറ്റി ഒഴിവായി പോകുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നീഡ്.
ഇപ്പൊ ഞാൻ ഒരു ഫിനാൻഷ്യൽ നീഡിലാണെന്ന് വിചാരിച്ചോ, an എക്സാമ്പിൾ. എനിക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്ന് ചിന്തിച്ചോ, ജസ്റ്റ് an എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ആങ്സൈറ്റി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആങ്സൈറ്റി പോകണമെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടണം. അതാണ് നാച്ചുറൽ ഹ്യൂമൻ തിങ്കിങ്. പക്ഷെ എന്റെ ഇവിടുത്തെ നീഡ്, ഈ സ്പിരിച്വൽ നീഡ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ കിട്ടുക എന്നുള്ളതല്ല, അതൊരു മെറ്റീരിയൽ നീഡാണ്. സ്പിരിച്വൽ നീഡ് എന്താണ്? എന്റെ ആങ്സൈറ്റി പോകണം എന്നുള്ളതാണ്. അതാണ് സ്പിരിച്വൽ നീഡ്. ഈ ഒന്ന് കിട്ടിയോ ഇല്ലോ എന്നുള്ളതല്ല, ദാറ്റ്സ് നോട്ട് ദി ഇക്വേഷൻ, ദാറ്റ്സ് നോട്ട് ദി ക്വസ്റ്റ്യൻ. സ്പിരിച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ ആങ്സൈറ്റി പോയോ എന്നുള്ളതാണ്. ഈ ആങ്സൈറ്റി എടുത്ത് മാറ്റുക, അതായത് ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. കാരണം ഞാൻ പെട്ടെന്ന് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം ഫെയ്ത്തിനെതിരാണ് ഇതെന്നുള്ളതാണ്. വെൻ യു ആർ ആങ്ഷ്യസ്, യു ആർ നോട്ട് ഷോയിങ് ഫെയ്ത്ത്, വി ആർ നോട്ട് ബീങ് റീസണബിൾ. അപ്പോൾ ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറിത്തിങ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഉപജീവന ചിന്തകളിൽ കലങ്ങി നമ്മൾ ഉത്കണ്ഠാകുലരാകരുത് എന്നുള്ളതാണ്. ഉത്കണ്ഠാകുലരായാൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവിനോട് അറിയിക്കുക എത്ര വേണ്ട, അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ്. കാരണം അപ്പൊ എന്ത് സംഭവിക്കും? ഈ 1 ലക്ഷം രൂപ കിട്ടുമല്ലോ എന്നുള്ളത് ദാറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഹിയർ അറ്റ് ഓൾ. അതൊരു മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. അത് ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നേയില്ല. ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ദാറ്റ് സ്പിരിച്വൽ നീഡ്, ദ സ്പിരിച്വൽ നീഡ് വിൽ ബി മെറ്റ്. അതെന്താണ് സ്പിരിച്വൽ നീഡ്? എന്റെ ഉള്ളിൽ ആങ്സൈറ്റി ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവെ ആനന്ദിക്കുവാൻ, റിജോയ്സ് ചെയ്യുവാൻ, റീസണബിൾ ആയിരിക്കുവാൻ, ആ യഥാർത്ഥ ട്രൂത്തിന്റെ റീസണബിൾനെസ് നമ്മുടെ ഉള്ളിലേക്ക് വരും. അതാണ് എന്റെ സ്പിരിച്വൽ നീഡ്. ആ നീഡ് ദൈവം തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. ഇൻ എവറി പ്രയർ, ഇൻ സപ്ലിക്കേഷൻ, ഇഫ് യു ആർ താങ്ക്ഫുൾ ടു ദ ലോർഡ് ഫോർ ഓൾ സിറ്റുവേഷൻസ്, ഓൾ സർക്കംസ്റ്റാൻസസ്, അവിടെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ മഹത്വം നമ്മൾ കാണത്തക്ക രീതിയിൽ ആ റീസണബിൾനെസ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന രീതിയിൽ ഗോഡ് വിൽ റിമൂവ് ആങ്സൈറ്റി. അപ്പോൾ ആൾക്കാർ ചോദിക്കും, 1 ലക്ഷം രൂപ കിട്ടിയോ? ഇല്ല. പിന്നെന്താ സമാധാനം ഇത്ര? അത് കർത്താവ് തന്നാണ്. അതെങ്ങനെ കിട്ടി? അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. രോഗം മാറിയോ? ഇല്ല. പിന്നെന്താ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നത്? അത് ദൈവം തന്നാണ്. അത് അത് ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അയ്യോ, ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തേക്ക് തകർന്നു പോയേനെ കേട്ടോ. അതാ ബുദ്ധിക്ക് അത് മനസ്സിലാകുന്നില്ല. പക്ഷെ അത് ദൈവത്തിന്റെ കൃപയാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ. അപ്പം വി ആർ സ്പിരിച്വലി ഓക്കെ. ബാക്കി കാര്യം എന്തായാലും ഇവിടുത്തെ ലോകം നശിച്ചു പോകുന്ന താൽക്കാലിക ലോകത്തിൽ ബാക്കി എന്തായാലും കുഴപ്പമില്ല. ബട്ട് സ്പിരിച്വൽ ഓക്കെ, സ്പിരിച്വലി ഐ ആം ഓക്കെ, ഐ എം റിജോയ്സിങ്, ഐ എം ബീങ് റീസണബിൾ, ഐ എം നോട്ട് ആങ്ഷ്യസ്. അവിടെയാണ് ആത്മാവ് നമ്മളെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട പിവറ്റൽ പോയിന്റ് എന്ന് പറയുന്നത് ആ റീസണബിൾനെസ് ആൻഡ് റിജോയ്സിങ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലേക്കാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ നമുക്ക് തന്നെ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പൗലോസ് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം, ഈ അകത്ത് സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ ചിരിക്കാൻ നമുക്ക് എളുപ്പമാണ്, ആൾക്കാരുടെ റീസണബിൾ ആയിട്ട് പെരുമാറാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഉള്ളിൽ ആങ്സൈറ്റി കിടക്കുമ്പോൾ, ഉള്ളിൽ പലതരം ചിന്തകൾ കിടക്കുമ്പോൾ, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വേറൊരാളുടെ മുമ്പിൽ റീസണബിൾനെസ്സോ സൗമ്യത കാണിക്കാൻ സാധ്യമല്ല. അടുത്ത കാര്യം, എങ്ങനെയാണ് നമുക്ക് ഒരു റിപ്പയർ വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അതായത് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, ഇത് നമ്മുടെ കൺട്രോളുള്ള ഒരു കാര്യമല്ല. ദൈവം നമ്മളെ സഹായിച്ചാലേ പറ്റൂ. പക്ഷെ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരേ സമയത്ത് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ആൾക്കാർ നെഗറ്റീവ് കാര്യങ്ങൾ ഭയങ്കര സ്പീഡിൽ ഒപ്പിയെടുക്കുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചെറുപ്പകാലം ആലോചിച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കാൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. ചില ആൾക്കാർ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് അത് വളരെയധികം ചെറുപ്പകാലങ്ങളിലുള്ള അനുഭവം തൊട്ട് ഒപ്പിയെടുത്ത് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിന്റെ പല അറകളിൽ ഇങ്ങനെ വെച്ചേക്കും. അവരെന്നോട് അങ്ങനെ പെരുമാറി, ഇവരെന്നോട് ഇങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാം പോകാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഇത് വളരെ ചെറുപ്പം തൊട്ട് നമുക്ക് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ ഇതേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, അന്ന് നമുക്ക് ഓർമ്മയില്ല. നമുക്ക് ഓർമ്മയുള്ളത് മുഴുവൻ മുറിവുകളാണ്. ഇതൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നന്മയും തിന്മയും ഉണ്ട്. ഓരോരുത്തരിൽ നിന്നും നന്മയും തിന്മയും നമ്മൾ പ്രാപിക്കുന്നുണ്ട്.
പക്ഷെ നമ്മൾ തിന്മകൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യും. കാരണം നമ്മുടെ മനസ്സിന് അങ്ങനെ പ്രത്യേകമായ ഒരു കേപ്പബിലിറ്റിയാണ് ഈ മുറിവേറ്റതും വേദനിച്ചതുമായ കാര്യങ്ങൾ കൂടുതൽ ഓർക്കാൻ, കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാൻ മനുഷ്യർക്ക് ഒരു പ്രവണതയുണ്ട്. ഇത് ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്ന, വർഷങ്ങൾ കഴിഞ്ഞാലും കോൺഫ്ലിക്റ്റ് മാറാതെ. ചില ആൾക്കാരൊക്കെ പിണങ്ങിയിരിക്കുന്നത് 10-25 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഏതോ വാക്ക്, പറഞ്ഞ എന്തോ കാര്യം, ചിരിക്കാതിരുന്നതോ മിണ്ടാതിരുന്നോ ആയ ഏതോ ഒരു കുഞ്ഞു കാര്യം, അതിനകത്തെ നെഗറ്റീവ് കാര്യം എടുത്തുകൊണ്ട് വർഷങ്ങൾ, 25 വർഷം 30 വർഷം കഴിഞ്ഞാലും അവന്റെ വീട്ടിലേക്ക് ഞാനില്ല എന്ന് പറയുന്ന അനേകം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമ്മുടെ അങ്ങനെ നിങ്ങൾ ഓരോ ആലോചിച്ച് അറിയാം, പല വീട്ടിലും നിങ്ങൾ കയറാത്തതുണ്ടായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാത്തതുണ്ടായിരിക്കും. പണ്ടെങ്ങോ നടന്ന ഒരു നെഗറ്റീവ് കാര്യം ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്നു. അതൊക്കെ അവരും മറന്നുപോയി കാണും. പക്ഷെ നമ്മുടെ വീടില്ല. ചെറുപ്പത്തിൽ അപ്പൻ ചെയ്തത്, അമ്മ ചെയ്തത്, ഞാൻ മറന്നാലും മരിച്ചാലും മറക്കത്തില്ല എന്ന് പറയുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ. ഇവിടെ പൗലോസ് പറയാണ്, സഹോദരങ്ങളെ, എന്തൊക്കെയാണ് സത്യമായിട്ടുള്ളത്, ഓണറബിൾ ആയിട്ടുള്ളത്, ഈ ഡിസോണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ മേൽ നമ്മൾ കണ്ണു വെക്കരുത്. രണ്ടുപേര് മൂന്നാമത് ഒരാളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മൂന്നാമത്തെ ഒരാളെ കാണുന്നത് തന്നെ ബുദ്ധിമുട്ടായിട്ട് ഈ ആൾക്കാർക്ക് വരികയാണ്. കാരണം അത്രയ്ക്കുമാണ് ഈ നെഗറ്റീവ്, ഈ അഭികാമ്യമല്ലാത്തത്, സത്യമല്ലാത്തത്, അല്ലെങ്കിൽ പുനരങ്ങൾ പറഞ്ഞ ഒരു സൂപ്പർ കോണ്ടെക്സ്റ്റ് ആയിരുന്നു. ഈ സത്യമല്ലാത്തത് വാസ്തവമായിരിക്കും, സംഗതി നടന്നു കാണുമായിരിക്കും. പക്ഷെ സത്യം എന്താണ്? സത്യം രണ്ടുപേരും ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ്. സത്യം അതാണ്. അപ്പൊ ഇവരെല്ലാം ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ കർത്താവിന്റെ വർക്ക്ഷോപ്പിൽ പല പണികളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അതാണ് സത്യം. പക്ഷെ വാസ്തവം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നെഗറ്റീവുകളേ ഉള്ളൂ. ഏത് മനുഷ്യനിലും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ അത് ആ മൈൻഡ് അങ്ങനെ അത് ഒപ്പിയെടുക്കും. പൗലോസ് പറയാണ്, ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനും നമ്മുടെ ആങ്സൈറ്റി ഒഴിവാക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈനലി ബ്രദേഴ്സ്, വാട്ട് എവർ ഈസ് ട്രൂ, വാട്ട് എവർ ഈസ് ഓണറബിൾ, വാട്ട് എവർ ഈസ് ജസ്റ്റ്, വാട്ട് എവർ ഈസ് പ്യുവർ, വാട്ട് എവർ ഈസ് ലവ്ലി. ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പം നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണോ മനോഹരമായിട്ടുള്ളത്, എന്തൊക്കെയാണോ ഓണറബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെയാണോ നീതിയായിട്ടുള്ളത്, എന്തൊക്കെയാണോ സത്യമായിട്ടുള്ളത്. ഈ സത്യം എന്ന് പറയുമ്പോൾ ഞാൻ സത്യം തുറന്നു പറഞ്ഞതാ ബ്രദറെ എന്ന് പറയുന്നത്. സത്യമല്ലത്, അതല്ല സത്യം. സത്യം എന്ന് പറയുന്നത് ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും, ഇതാണ് സത്യം. ഗോഡ് ഹാസ് ജസ്റ്റിഫൈഡ് അസ്. കാരണം പൗലോസ് എടുത്തു പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ് എല്ലാവരും. അവരുടെ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വാട്ട് എവർ ഈസ് ലവ്ലി, വാട്ട് എവർ ഈസ് കമൻഡബിൾ, അതായത് പുകഴ്ത്തി പറയാൻ, അല്ലെങ്കിൽ ഒരിത്തിരി നന്നായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്യും. പണ്ട് ഒരു ഒത്തിരി ആൾക്കാരെ പുകഴ്ത്തുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പുകഴ്ത്താവുന്ന കാര്യമല്ല കേട്ടോ പറയാം. അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തിനാ ഇത്രയും പുകഴ്ത്തി പറഞ്ഞു എല്ലാരും മരിച്ചു കിടക്കുമ്പോഴാണ് പുകഴ്ത്തുന്നത്. ആ കേൾക്കുന്നവൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അയാൾ കേൾക്കുന്ന പോലും ഇല്ല. അയാൾ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ചുറ്റുന്ന ആൾക്കാർ എന്ത് നല്ല മനുഷ്യനായിരുന്നു, ഇയാൾ ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ഉപകാരമായിരുന്നു, അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അയാൾ അത് കേൾക്കുന്നുമില്ല. ജീവിതകാലം മുഴുവൻ ചീത്ത കേട്ട് അയാൾ മരിച്ചു. എന്നാൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് കേട്ടാൽ അയാൾക്കും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നു. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം മരിച്ചു കിടക്കുമ്പോൾ പറഞ്ഞ് ആർക്കും മനസ്സിലാകാത്ത, ആ സമയത്ത് ആരും ശ്രദ്ധിക്കാതിരിക്കും പറയുന്നതിനേക്കാൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മനസ്സിന്റെ ഇത്തിരി ആശ്വാസം വരുന്ന രീതിയിൽ സംസാരിക്കുന്നതല്ലേ നല്ലതെന്ന് ആ സഹോദരി എന്നോട് ചോദിച്ചു. സഹോദരി പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അത് പറയുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല, വെളിയിലുള്ള ഒരാളാണ്, എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പോ നന്നായിട്ട് പറയുക, നല്ലത് പറയുക എന്നുള്ളതും നല്ലത് ചിന്തിക്കുക എന്നുള്ളതും ഒരു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ട്രൂത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ട്രൂത്തിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാറ്റിലും നല്ലത് ചെയ്യുക. കോഴി ചെയ്യുന്ന പോലെ, കോഴി ചെയ്യുന്ന തള്ളിക്കളയുന്ന കുറെ സാധനങ്ങളുണ്ട്. എന്താ തള്ളിക്കളയുന്നത്? വേസ്റ്റ് സാധനങ്ങൾ അല്ലേ? ഓക്കെ. അപ്പോ ഫൈനലി ബ്രദേഴ്സ്, വാട്ട് എവർ ഈസ് ട്രൂ, വാട്ട് എവർ ഈസ് ഓണറബിൾ, വാട്ട് എവർ ഈസ് ജസ്റ്റ്, വാട്ട് എവർ ഈസ് പ്യുവർ, വാട്ട് എവർ ഈസ് ലവ്ലി, വാട്ട് എവർ ഈസ് കമൻഡബിൾ, ഇഫ് ദർ ഇസ് എനി എക്സലൻസ്. നമ്മൾ ഒരാളുടെ കാര്യം പറയണമെങ്കിൽ അയാള് എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ കൃപ അയാളുടെ കണ്ടു, അനുഭവിച്ചു, മനസ്സിലാക്കി, നല്ലത്, ഓക്കെ, അത് പറയുക എന്നുള്ളതല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ ഓൾ ദീസ് ഗുഡ് തിങ്സ്. നമ്മൾ ഈ നല്ല കാര്യങ്ങളിൽ, സത്യമായതിലേക്കും നിർമ്മലമായതിലേക്ക്, രമ്യമായതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടെൻഷൻസ് മാറും, ആങ്സൈറ്റി മാറും, പല രോഗങ്ങൾ മാറും. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ നല്ലതിനെ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മളുടെ ഹൃദയം അങ്ങോട്ട് ഇൻക്ലൈൻഡ് ആകണം. അതായത്
ക്രിസ്തുവിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഇപ്പൊ ഞാൻ കർത്താവിന്റെ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കർത്താവ് നന്മയിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ സ്ഥാനത്ത് അല്ല, കർത്താവിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തെല്ലാം പരാതികളായിരുന്നു. സ്വർഗത്തിലെ തേജസ് ഇറങ്ങി വന്ന കർത്താവിന് ഇവിടെ ഒരാൾ പോലും കർത്താവിന് കൂടെ ഇല്ല. എത്ര പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. കഷ്ടപ്പെട്ട് വിശന്ന് ദാഹിച്ച് വേർത്ത് അധ്വാനിച്ച് എന്തെല്ലാം പരാതികൾ പറയാമായിരുന്നു. പക്ഷെ അവിടെ എല്ലാം കർത്താവ് ആ സന്തോഷത്തെ ഓർത്ത്, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത്, രമ്യമായത് ഓർത്ത്, പെർഫെക്റ്റ് വില്ലിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് ഒരിക്കൽ പോലും പരാതി പറഞ്ഞ പൗലോസ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പരാതി, അല്ലെ? എത്ര അടി കൊണ്ടു, എത്ര കഷ്ടപ്പെട്ടു. പക്ഷെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര സഹിച്ചില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തോരം അധ്വാനിക്കുന്നു എന്നൊന്നും കർത്താവ് ഒരിക്കലും ഒരു പരാതി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ ഹംബിൾ ആയിട്ട് എല്ലാവരും ശുശ്രൂഷിക്കുന്നത്. കാരണം ഹി ഓൾവേസ് സോട്ട് ദ പോസിറ്റീവ് തിങ്സ് ഓൺലി. നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ സംസാരിക്കുമ്പോൾ ആ കർത്താവിന്റെ ഹിതം എന്ന പെർഫെക്ഷനിലേക്കാണ് കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. എന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി, അതിനെ മൈൻഡ് ചെയ്തേ ഇല്ല. ബാഡ് തിങ് ഹി ഡിഡ് നോട്ട് ഈവൻ നോട്ടീസ്ഡ്. അതിനെ അലക്ഷ്യമാക്കിയിട്ടു. ഡിഡ് നോട്ട് ഫോക്കസ് ഓൺ ദോസ് തിങ്സ്. നമ്മുടെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപ ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കോൺഫ്ലിക്ട്സിനെ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും. അയാൾ എന്താ അങ്ങനെ പറഞ്ഞത്, ഇയാൾ പറഞ്ഞത് എനിക്കെതിരെയാണ്, ഇത് എനിക്ക് പണിയുന്നതാണ്. എത്ര പ്രസംഗം കേൾക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇത് എനിക്കിട്ട് പറയുന്നതാണ്. എത്രയോ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അവൻ എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ചിന്തിക്കുന്നത്. ഇതെല്ലാം ഈ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ചകഞ്ഞെടുക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. എപ്പോഴും മുറിവുകൾക്ക് ഭയങ്കര കപ്പാസിറ്റിയാണ്. നമ്മുടെ ഓർമ്മയിൽ അത് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കും. ലാസ്റ്റ് വാക്യം, 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വാട്ട് യു ഹാവ് ലേൺഡ് ആൻഡ് റിസീവ്ഡ് ആൻഡ് ഹേർഡ്. നിങ്ങൾ ഇത്രയും നാള്, അത് ഒരു പഠിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കേൾക്കുന്ന മാത്രമല്ല, അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട്? ലേണിംഗ് ഉണ്ട്, റിസീവിങ് ഉണ്ട്. അതെല്ലാം ആകുമ്പോഴാണ് ആ പഠിത്തം പൂർത്തിയാകുന്നത്. നല്ല പ്രസംഗമായിരുന്നു. ഞാൻ പണ്ട് പറഞ്ഞ ആൾക്കാർ എന്നോട് പണ്ട് ചോദിക്കായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, നല്ല തോട്ട്സ് ആയിരുന്നു, പുതിയ തോട്ട്സ്, ഇനി ഇതുപോലത്തെ തോട്ട്സ് വല്ലതും ഉണ്ടോ? എന്തിനാ കേൾക്കാൻ? കേൾവി ഈസ് ആൻ എൻജോയ്മെന്റ്. ഈ സമയം കളയാൻ വേണ്ടി ഹാർവസ്റ്റ് ടി വി, പവർ വിഷനൊക്കെ രാവിലെ ഉമ്മ ഓണാക്കി ഇടുന്ന ആൾക്കാരാണ്. കിടക്കട്ടെ, കേൾക്കാം. ഈ കേൾവി കൊണ്ട് എന്താ കാര്യം സാധിക്കുന്നത്? ഒന്നും സാധിക്കുന്നില്ല. കേട്ട് ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് യു ഹാവ് ലേൺഡ്, റിസീവ്ഡ്, ഹേർഡ് ആൻഡ് സീൻ. നിങ്ങൾ കേട്ടത്, ഗ്രഹിച്ചത്, പഠിച്ചത്, കൈക്കൊണ്ടത്, പിന്നെ കണ്ടത്. അതായത് നമ്മൾ എന്താ കാണുന്നത്? പോസിറ്റീവ്സ്. എല്ലാം ക്രിസ്തു ചെയ്യുന്ന മനോഹരമായി. നമ്മൾ ഏത് കോൺഫ്ലിക്ട്സിന് നടുവിലായാലും വി നോ ദ ട്രൂത്ത് ഈസ് സംതിങ് ഡിഫറെന്റ്. ഇന്ന് പുന്നനങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കാഴ്ചയും കാണാത്ത നിത്യതയിലെ പെർഫെക്റ്റ് ട്രൂത്തും തമ്മിൽ വളരെ അകലമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്ന രമ്യമായതും പെർഫെക്റ്റ് ആയതുമായ ദൈവത്തിന്റെ ആ ഹിതമാണ് നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വി ലുക്ക് അറ്റ് എവ്രി വൺ ത്രൂ ദ ഐസ് ഓഫ് ഗോഡ്, ത്രൂ ദ ഐസ് ഓഫ് ക്രൈസ്റ്റ്. അത് നമുക്കുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. When the Holy Spirit is in us, we can always look at others how Christ would have looked at them, the same way. എന്നിട്ട് ഒരു വാക്കൂടെ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, അതും വളരെ പ്രധാനമാണ്. പ്രാക്ടീസ് ദീസ് തിങ്സ്. ഈ കാര്യങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാനിത് പറയാൻ കാരണം, നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും ഈ നെഗറ്റീവ്സ് ഒപ്പിയെടുക്കാനുള്ള ഭയങ്കരമായ കഴിവാണ്. മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ ചെയ്ത എന്താ അങ്ങനെ ചെയ്യുന്ന, അവരുടെ മോട്ടീവ്സ്, അവരിത് ചെയ്ത് ഇതുകൊണ്ടായിരിക്കും, ഉറപ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുകയാണ്, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ നെഗറ്റീവ്സ് കണ്ടെടുക്കുന്ന ആൾക്കാർ എന്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും? നമുക്ക് ശീലമില്ലാത്ത ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അല്ലെ? പൗലോസ് പറയാണ്, പ്രാക്ടീസ് ദീസ് തിങ്സ്. ഇപ്പൊ ഒരാൾ ബൈക്ക് ഓടിക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു, എങ്ങനെയാണ് ഈ 2 വീലുള്ള സാധനം, ഇത്രയും ഗ്രാവിറ്റി ഉള്ള ഒരു ഭൂമിയുടെ മുകളിൽ കൂടെ ഈ 2 വീലുള്ള സാധനം താഴോട്ടും സൈഡിലോട്ടൊന്നും പോകാതെ ഓടുന്നു. എനിക്ക് ആദ്യം ഒരു ബൈക്ക് കിട്ടിയപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാനൊരു സൈക്കിൾ പോലും ഓടിച്ചിട്ടില്ല. അപ്പം ബൈക്കിന് മുകളിൽ കയറിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്റെ ബോഡി കൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാവുന്നതാണ്. പല പ്രാവശ്യം നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം എത്രയോ നാളുടെ പ്രാക്ടീസിന് ശേഷമാണ് അത് കൈക്കകത്താണ്, ഹാൻഡിലാണ് ഈ സാധനം, ഈ ബാലൻസ് ഇരിക്കുന്നത്. അത് നേരെ ആയാൽ പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം കയറുമ്പോഴും കൈ ബാലൻസ് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക് ആണ്.
വണ്ടി ഓടിക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ കേരളത്തിലൊക്കെ പഴയ വണ്ടികൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറണം. ആദ്യമൊക്കെ നമ്മളിങ്ങനെ ക്ലച്ച് ചവിട്ടിട്ട് നോക്കും, ഫസ്റ്റ് ഗിയർ ആണോ സെക്കൻഡ് ഗിയർ ഇങ്ങനെ നോക്കും. അപ്പം ആശാൻ തട്ട് തരും, കാരണം നോക്കാൻ പാടില്ല എങ്ങോട്ട്, ഗിയറിന്റെ നേരെ. കാരണം പ്രാക്ടീസ് ചെയ്യുന്നവരെ വലിയ പാടായത്, നമ്മൾ ഈ നെഗറ്റീവ്സ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. ഇത് ഈ രമ്യമായത് കണ്ടെത്താൻ നമുക്കൊരു പ്രാക്ടീസ് ആവശ്യമാണ്. വി നീഡ് ടു പ്രാക്ടീസ് ദീസ് തിങ്സ്. കാരണം സത്യം നമ്മളെ ശരിയായി സ്വതന്ത്രരാക്കിയാൽ നമ്മൾ എപ്പോഴും ഈ രമ്യമായതും മനോഹരമായതും തെരഞ്ഞെടുക്കുകയും ആ ഒരു മനോഹരമായ കർത്താവ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിയിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിയിലേക്ക് നമ്മൾ പലപ്പോഴും സ്വയം ഞാനൊന്നും ആയില്ല, എനിക്ക് നീതിയില്ല എന്നൊക്കെ ബ്രോക്കൺ ആകുമ്പോഴും കരയുമ്പോഴും അതിനപ്പുറത്ത് ഒരു ട്രൂത്ത് ഉണ്ട്. God has declared that I will be righteous and I will be holy and will present it before God blameless. അതെന്റെ മുമ്പിലുണ്ട്, അതാണ് ട്രൂത്ത്. അപ്പൊ ട്രൂത്തിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ വി ആർ നോട്ട് ആങ്ഷ്യസ്, നമുക്ക് ആങ്സൈറ്റി ഇല്ല. കാരണം നമ്മൾ എപ്പോഴും ആ ട്രൂത്തിനെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇറ്റ്സ് സംതിങ് ദാറ്റ് വി പ്രാക്ടീസ്. അപ്പൊ എല്ലാ സമയത്തും ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. ഈ പ്രാക്ടീസിനകത്തൊരു പ്രോബ്ലം, ചിലപ്പോൾ തെറ്റ് പറ്റാം, വീഴ്ച പറ്റാം, ബട്ട് സ്റ്റിൽ വി ഗോ ഓൺ പ്രാക്ടീസിങ്. കാരണം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പം ദൈവത്തിന്റെ സമാധാനം, അതവിടെ പറഞ്ഞിരിക്കുന്നത്, ദ ഗോഡ് ഓഫ് പീസ് വിൽ ബി വിത്ത് യു. സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ ഈ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന, ഈ ദൈവത്തിന്റെ സമാധാനത്തെ കുറിച്ച് പറയാൻ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം പറയാൻ ഈ സമയത്ത് സമയമില്ല. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ട്രൂത്തിലേക്ക് നോക്കുമ്പോൾ വി ആർ അറ്റ് പീസ് വിത്ത് ഗോഡ്. എന്താ ട്രൂത്ത്? ക്രിസ്തു യേശുവിലൂടെ നമുക്ക് പിതാവിന്റെ അടുക്കൽ സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് പിതാവിന്റെ അടുക്കൽ സമാധാനമുണ്ട്. വി ആർ റിജോയ്സിങ് ഇൻ ദ ലോർഡ്. ആ ക്രിസ്തുവാണ് നമ്മുടെ നീതി എന്ന റിജോയ്സിങ് നമുക്ക് വരുമ്പം നമ്മൾ സ്വയം നീതിമാന്മാരെന്ന് കരുതുകയില്ല എന്ന് മാത്രമല്ല, എല്ലാവരിലും മോശമായത് കണ്ടെത്താൻ നമ്മൾ ഓടി നടക്കുകയുമില്ല. വി നീഡ് ടു പ്രാക്ടീസ് ദീസ് തിങ്സ്. ഇനി ഞാനൊരു പ്രായോഗികമായ കാര്യത്തോടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഇനി ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ പറയുന്നില്ല, തോന്നുവാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ലത് 2 വാക്ക് പറയാൻ ഒന്ന് പരിശ്രമിച്ചു നോക്കും. ഒരു പ്രാക്ടീസ് അങ്ങനെയല്ലേ? പ്രാക്ടീസ് അങ്ങനെയാണ്, നമ്മൾ ചെയ്ത് പരിശീലിക്കുകയാണ്. അമ്മായിമ്മയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു പ്രാക്ടീസ് ആയിട്ട് ചെയ്തിട്ട് ഇന്ന് എന്റെ അമ്മായിമ്മയെ കുറിച്ച് 2 നല്ല വാക്യങ്ങൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഇരിക്കുന്ന ഒരാളെ കുറിച്ച് നല്ല 2 വാക്കുകൾ ഇന്ന് ആരോടെങ്കിലും പറയണം. ഒന്നൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വിൽ ബി വെരി ടഫ് ഫോർ അറ്റ്ലീസ്റ്റ് സം ഓഫ് യു. ചില ആൾക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല, പക്ഷെ വി നീഡ് ടു പ്രാക്ടീസ്. അതാണ് സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള മോറൽ കാര്യങ്ങൾ ഞാൻ അധികം പറയാറില്ലെങ്കിലും ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. ബിക്കോസ് ദ റിയൽ ട്രൂത്ത് ടെൽസ് us that we are set free and we have only Christ to glory in. അതേസമയത്ത് നമ്മൾ അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റ് നിറഞ്ഞ ഈ ലോകത്തില് മറ്റുള്ളവരുടെ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മോടുള്ള കോൺഫ്ലിക്റ്റുകളും ഒക്കെയുള്ള ഈ ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും നല്ലത് അന്വേഷിക്കുവാനും രമ്യമായതും മനോഹരമായതും അന്വേഷിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന മനോഹരമായതിനെ അന്വേഷിക്കുവാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞങ്ങളുടെ കണ്ണ് ആ ട്രൂത്തിന് നേരെ തിരിഞ്ഞിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നെഗറ്റീവ്സിന് ഒപ്പിയെടുക്കാതെ എപ്പോഴും അങ്ങയിൽ സന്തോഷിക്കുവാൻ, റിജോയ്സ് ചെയ്യുവാൻ, മറ്റൊരാളിൽ ദൈവം അവിടുന്ന് ചെയ്യുന്ന പണിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ രക്ഷയ്ക്കായി സ്തോത്രം. ആ സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.